hello guys, once again welcome back to my YouTube channel. So ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മാഗ്നറ്റിക് ലാമ്പാണ്. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, എൻ്റെ ചാനലിൽ 1K സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയി. അതിനെക്കൊണ്ട് എല്ലാവർക്കും നന്ദി. പിന്നെ എല്ലാവരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. വീഡിയോയിലേക്ക് കടക്കാം. സോ ഫസ്റ്റ് വേണ്ടത് കുറച്ച് MDF ബോർഡാണ്. ഈ MDF ബോർഡ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് PVC പൈപ്പ് ചൂടാക്കിയിട്ട് ഫ്ലാറ്റാക്കി ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് കുറച്ച് LEDs ആണ്. ഇത് ബ്ലൂ LED ആണ്. നിങ്ങൾക്ക് നിങ്ങളെ കളർ സെലക്ട് ചെയ്യാം. പിന്നെ അങ്ങനത്തെ 6 LEDs ആണ് വേണ്ടത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ മാഗ്നറ്റ്സ് ആണ് വേണ്ടത്. ഇത്രയും ചെറിയ മാഗ്നറ്റ്സ് മതി. ഈ മാഗ്നറ്റ്സ് എനിക്ക് കിട്ടിയ പണ്ടത്തെ ഇയർഫോൺ പൊട്ടിച്ചപ്പോഴാണ്. എന്നപ്പോൾ അതിൽ നിന്ന് കിട്ടും. അങ്ങനത്തെ ചെറിയ മാഗ്നറ്റ്സ് കിട്ടിയവർക്ക് വേണമെങ്കിൽ വലിയ മാഗ്നറ്റ്സ് ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടത് നമുക്ക് ഇങ്ങനത്തെ 2 ബുഷ് പോലത്തെ സാധനമാണ്. ഈ സാധനം കുറച്ച് വലിപ്പം ഉണ്ടാവണം. പിന്നെ വേണ്ടത് സൂപ്പർ ഗ്ലൂ മാത്രമല്ല, ഹോട്ട് ഗ്ലൂ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് 2 ആവശ്യമുണ്ട്. പിന്നെ ഞാൻ അലൂമിനിയത്തിൻ്റെ ഒരു ഷീറ്റാണ് എടുത്തത്. ഇങ്ങനത്തെ ചെറിയൊരു കഷ്ണം മതി അലൂമിനിയത്തിൻ്റെ ഷീറ്റ്. പിന്നെ ആവശ്യമുള്ളത് ഒരു ത്രെഡാണ്. ഈ ത്രെഡും കുറച്ച് മതി. പിന്നെ നമ്മളെ 2 ബുഷും എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ചെറിയ മാഗ്നറ്റ്സ് സൂപ്പർ ഗ്ലൂവിനോട് ഒട്ടിക്കുക. ഇത് 2 മാഗ്നറ്റ്സും ഒരു ഭാഗത്ത് തന്നെ ഒട്ടിക്കണം. പിന്നെ രണ്ടും ഓപ്പോസിറ്റ് ആയിരിക്കണം. മാഗ്നറ്റ്സ് ജോയിൻ ചെയ്യാനുള്ള ഭാഗത്തായിരിക്കണം 2 മാഗ്നറ്റ്സ് ജോയിൻ ചെയ്യാൻ കഴിയണം. അങ്ങനെയാണ് ഈ മാഗ്നറ്റ്സ് ഒട്ടിക്കേണ്ടത്. രണ്ടും ജോയിൻ ചെയ്യാൻ കഴിയണം. നമ്മൾ ഒട്ടിക്കാൻ പോകുമ്പോൾ രണ്ടും ജോയിൻ ആണ്. അങ്ങനെയാണ് ഈ മാഗ്നറ്റ്സ് ഒട്ടിച്ച് വെക്കേണ്ട സൈഡ്. പിന്നെ നമ്മൾ 2 ഒട്ടിച്ച് വെച്ച സൈഡ് അതിൻ്റെ ബാക്കിൽ നമ്മൾ ത്രെഡ് സൂപ്പർ ഗ്ലൂവിനോട് ഒട്ടിക്കണം. അത് നടുവിലാണ് ഒട്ടിക്കേണ്ടത്. 2 നടുവിൽ, കറക്റ്റ് നടുവിൽ ഒട്ടിക്കണം. പിന്നെ കുറച്ചുകൂടി ഉറപ്പ് കിട്ടാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോട്ട് ഗ്ലൂവും ഒട്ടിക്കുക അതിൻ്റെ മുകളിൽ, സൂപ്പർ ഗ്ലൂവിൻ്റെ മുകളിൽ. നമ്മൾ കുറച്ചുകൂടി ശക്തി കൂടും. അതുകൊണ്ട് തന്നെ 2 ഒട്ടിക്കുക ത്രെഡ് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ MDF ബോർഡ് ഒരു റെക്റ്റാങ്കിൾ ബോക്സ് ഷേപ്പിൽ കട്ട് ചെയ്യാം. ഞാൻ കട്ട് ചെയ്ത അരി ഇത്ര സൈസൊക്കെ മതി. ഓവർ വലുതാക്കണ്ട. നിങ്ങൾക്ക് പിന്നെ വേറെ ഡിസൈൻ ഉണ്ടെങ്കിൽ അതും നോക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ MDF ബോർഡ് കട്ട് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു ഷേപ്പിലുണ്ടാക്കണം. അങ്ങനെ ഷേപ്പിലുണ്ടാക്കിയിട്ട് താഴത്ത് കുറച്ച് വിടണം. ഞാൻ വിട്ട മാതിരി കുറച്ച് വിട്ടാളണം താഴത്ത്. കാരണം അത് നമുക്ക് ഒട്ടിക്കാനുള്ളതാണ് അവിടെ. അതിനെക്കൊണ്ട് താഴത്ത് കുറച്ച് വിട്ടാളണം. താഴത്ത് ഒട്ടിക്കുകയും ചെയ്യരുത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൽ നമ്മളെ LED ഒട്ടിച്ചു. ഞാൻ ഒട്ടിച്ച ഡിസൈനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒട്ടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഡിസൈനിൻ്റെ അതിലും ഒട്ടിക്കുക. പിന്നെ ഒട്ടിച്ചിട്ട് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കോപ്പർ വയർ എടുത്തിട്ട് എല്ലാം സോൾഡർ ചെയ്ത് ആക്കി. എന്നിട്ട് താഴത്ത് വയറിനോടും കണക്ഷൻ കൊടുത്തു. പ്ലസും മൈനസും LEDൻ്റെ പ്ലസും മൈനസും വയറിനോടും കണക്ഷൻ കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ റെക്റ്റാങ്കിൾ ബോക്സ് ഷേപ്പ് ഉണ്ടാക്കിയതിൽ ഒരു ഫീമെയിൽ USB പോർട്ടും പിന്നെ ഒരു ഇൻഡിക്കേറ്ററിന് വേണ്ടി ഒരു LEDയും കണക്ട് ചെയ്ത് വെച്ചു. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1K റെസിസ്റ്റർ ഉപയോഗിച്ചതിനും ഇൻഡിക്കേറ്ററിൻ്റെ ലൈറ്റിന് വേണ്ടിയിട്ട് രണ്ടും ജോയിൻ ചെയ്ത് പിന്നെ നമ്മുടെ അലൂമിനിയം ഷീറ്റ് ഞാൻ 2 വയർ കണക്ട് ചെയ്ത് കൊടുത്ത്. പിന്നെ ഇങ്ങനത്തെ ഒരു ഷേപ്പിലും കട്ട് ചെയ്യണം, ചെറിയ ഷേപ്പിലും കട്ട് ചെയ്യണം. പിന്നെ നമ്മൾ റെക്റ്റാങ്കിൾ ബോക്സിൽ നടുവിലൊരു വലിയൊരു ഹോൾ ഉണ്ടാക്കണം. പിന്നെ ഞാൻ നമ്മുടെ LED ഒട്ടിച്ച സാധനം അതിൻ്റെ നടുവിൽ ഒട്ടിക്കുകയും ചെയ്ത്. ഞാൻ ഹോട്ട് ഗ്ലൂ പ്ലസ് സൂപ്പർ ഗ്ലൂ ആണ് ഒട്ടിച്ചത്. അതിനുകൊണ്ട് കുറച്ച് ശക്തിയിൽ നിൽക്കും. പിന്നെ LEDൻ്റെ വയർ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇടുകയും ചെയ്തു. പിന്നെ ആ വയർ ഇട്ടത് ഞാൻ കുറച്ച് സൈഡിലോട്ടാക്കിയിട്ട് അത് സൂപ്പർ ഗ്ലൂവിനോട് ഒട്ടിച്ച് സൈഡിലോട്ടാണ് ആക്കേണ്ടത്. പിന്നെ നമ്മുടെ അലൂമിനിയം ഷീറ്റ് എടുത്തിട്ട് ഞാൻ അതിൻ്റെ നടുവിലൊരു റെക്റ്റാങ്കിൾ ടൈപ്പിലൊരു ഹോൾ ഉണ്ടാക്കി. പിന്നെ അത് ഞാൻ സൂപ്പർ ഗ്ലൂ പ്ലസ് ഹോൾ ഗ്ലൂവിനോട് ആ ഹോളിൻ്റെ കറക്റ്റ് ഒട്ടിച്ചു. ആ വലിയ അലൂമിനിയത്തിൻ്റെ ഷീറ്റാണ് ഒട്ടിക്കേണ്ടത്. പിന്നെ അത് ഒട്ടിച്ചിട്ട് കഴിഞ്ഞിട്ട് ഭയങ്കര ശക്തിയിൽ നിൽക്കുന്നുള്ളത് നോക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അലൂമിനിയം ഷീറ്റിൽ നിന്ന് വരുന്ന ഒരു വയർ നമ്മുടെ ഫീമെയിൽ USB പോർട്ടിൻ്റെ പ്ലസിലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കുക. അത് സോൾഡർ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് MDF ബോർഡിൻ്റെ ചെറിയൊരു പീസ് വേണം. അതിൽ സൂപ്പർ ഗ്ലൂ ആക്കിയിട്ട്
നമ്മൾ അലുമിനിയം ഷീറ്റിൻ്റെ ബാക്കിലോട്ട് ഒട്ടിക്കണം. ഞാൻ ഒട്ടിച്ച മാതിരി ഒട്ടിച്ചാൽ മതി. പിന്നെ അങ്ങനെ ഒട്ടിച്ചിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മാഗ്നറ്റ് ഒട്ടിച്ച് വെച്ച ഒരു സാധനം എടുക്കുക. എന്തൊരു സാധനം എടുത്തിട്ട് നമ്മളുടെ അലുമിനിയം ഷീറ്റ് ചെറുതില്ലേ അതിൽ നടുവിലൊരു ഹോൾ ഉണ്ടാക്കണം, അതിൻ്റെ സൈഡിലത്തെ നടുവിൽ. എന്നിട്ട് നമ്മളെ ത്രെഡ് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇടണം. അത് ഇട്ട് കഴിഞ്ഞിട്ട് സൂപ്പർ ഗ്ലൂവിനോട് ഒട്ടിക്കണം. ഞാൻ ചെയ്യുന്ന മാതിരിയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ തെറ്റിപ്പോവും. ആ ത്രെഡ് ആ ഹോളിൽ കൂടെ ഇട്ടിട്ട് നമ്മൾ സൂപ്പർ ഗ്ലൂവിനോട് ഒട്ടിച്ചാണ്. സൂപ്പർ ഗ്ലൂ പ്ലസ് ഹോട്ട് ഗ്ലൂ വേണ്ട, കാരണം ടച്ച് ആവേണ്ട സ്ഥലമാണ്. അതിനുകൊണ്ട് സൂപ്പർ ഗ്ലൂ മാത്രം മതി. അത് പിന്നെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അത് സൂപ്പർ ഗ്ലൂ പ്ലസ് ഹോട്ട് ഗ്ലൂവിനോട് നമ്മുടെ MDF ബോർഡ് നമ്മൾ അലുമിനിയം ഷീറ്റിൻ്റെ മുകളിൽ വെച്ചതിൽ ഒട്ടിക്കണം. ഞാൻ ഒട്ടിച്ച മാതിരി. പിന്നെ അതിൻ്റെ വയറ്, ചെറിയ അലുമിനിയം ഷീറ്റിൻ്റെ വയറ് നമ്മുടെ LED പ്ലസ്സുമായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് സോൾഡർ ചെയ്ത് കൊടുക്കുക. പിന്നെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ LED മൈനസിലേക്ക് ഞാൻ ഫീമെയിൽ USB പോർട്ടിൽ നിന്ന് ഒരു വയർ കണക്ട് ചെയ്തിട്ട് നേരെ LED മൈനസിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്ത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് സോൾഡർ ചെയ്യുകയും ചെയ്ത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ രണ്ടാമത്തെ മാഗ്നറ്റ് ഒട്ടിച്ച് വെച്ച സാധനം ഞാൻ ഇതിൻ്റെ മുകളിൽ വെച്ച്. എന്നപ്പോൾ എല്ലാം കൂടി ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ നിൽക്കുമ്പോൾ അപ്പം നമ്മുടെ അലൂമിനിയം വലിയും. എന്നപ്പോൾ നമ്മുടെ സാധനം ടച്ച് ആകും. എന്നാൽ നമ്മുടെ സാധനം വർക്ക് ചെയ്യും. ഇനി ഇത് വർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. നമ്മൾ 5 വോൾട്ടിൻ്റെ മൈക്രോ USB പോർട്ടിൽ നമ്മൾ പവർ കൊടുത്താൽ നമ്മളെ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യും. പിന്നെ അപ്പം നമ്മളെ ലൈറ്റ് കത്തൂല. പിന്നെ നമ്മളുടെ മാഗ്നറ്റ് മുകളിലത്തെ മാഗ്നറ്റിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോകുമ്പോൾ അലൂമിനിയം ഷീറ്റ് രണ്ടും ടച്ച് ആവും. അന്നപ്പോഴാണ് നമ്മളുടെ ഈ LED വർക്ക് ചെയ്യുക. മാഗ്നറ്റ് രണ്ടും കറക്റ്റ് ലെവലിൽ വെക്കാൻ മറക്കരുത്. കാരണം കറക്റ്റ് ലെവലിൽ വെച്ചില്ലെങ്കിൽ മാഗ്നറ്റ് രണ്ടും തെറ്റിപ്പോവും. അതിനെക്കൊണ്ട് കറക്റ്റ് ലെവലിൽ വെക്കണം. രണ്ടും കറക്റ്റ് ജോയിൻ ആവുകയും ചെയ്യരുത്, ജോയിൻ ആവാണ്ട് നിൽക്കുകയും ചെയ്യരുത്. അങ്ങനെയാണ് ഈ മാഗ്നറ്റ് വെക്കേണ്ടത്. സോ ഇത്രയുള്ള ഒരു മാഗ്നറ്റിക് ലാമ്പ് ഉണ്ടാക്കാൻ ഇനി നിങ്ങൾ ഇത് വർക്ക് ചെയ്യുന്നത് നോക്കിക്കോളി. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. പിന്നെ ചാനലിൽ പുതിയ വന്നാൽ ചാനൽ സബ്സ്ക്രൈബും ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.